ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ജനങ്ങൾ സർക്കാരിനോട് പറയുകയാണ് ഇനി നികുതി കൊടുക്കില്ല, വൈദ്യുതി ബില്ല് കൊടുക്കില്ല, സർക്കാർ ഓഫീസിൽ പോകില്ല. ഇതൊരു ചെറിയ പ്രൊട്ടസ്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഷനിലുള്ള കശ്മീരിൽ മാസങ്ങളായിട്ട് തുടരുന്ന പ്രതിഷേധം ഇപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആയിട്ട് മാറുകയാണ്. ഇനി ചോദ്യം വെറും ഇലക്ട്രിസിറ്റി ബില്ലിനെ കുറിച്ചല്ല, ഇസ്ലാമാബാദിന്റെ അതോറിറ്റി തന്നെ അംഗീകരിക്കണോ എന്ന ചോദ്യത്തിലേക്കാണ് പ്രതിഷേധം എത്തുന്നത്. JAAC ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ ജനങ്ങളോട് ടാക്സ് അടയ്ക്കരുത്, ഇലക്ട്രിസിറ്റി ബിൽസ് അടയ്ക്കരുത്, ഗവൺമെന്റ് ഓഫീസുകളിലും സ്കൂളുകളും ഒക്കെ ബോയ്ക്കോട്ട് ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലും വലിയ കാര്യം, പ്രൊട്ടസ്റ്റേഴ്സ് പാകിസ്ഥാൻ ആർമിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഞങ്ങൾ വെടിയുണ്ടയുടെ ഭരണത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് അവരുടെ മെസ്സേജ്. ഇതിനിടെ ചില പ്രതിഷേധ നേതാക്കൾ ഇന്ത്യയുടെ സഹായം തേടുകയും ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് വേണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ POKയിൽ പാകിസ്ഥാന്റെ കൺട്രോളിനെതിരെ ഒരു പുതിയ അധ്യായം തുടങ്ങിയോ? എന്താണ് ഇപ്പോൾ POKയിൽ നടക്കുന്നത്? പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്ന ഏറ്റവും പുതിയ അന്താരാഷ്ട്ര വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാക് അധിനിവേശ കശ്മീർ അഥവാ POKയിൽ ജനങ്ങൾ പരസ്യമായിട്ട് പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കനത്ത വൈദ്യുതി ബില്ലുകളും അടിച്ചേൽപ്പിക്കപ്പെട്ട അന്യായമായ ടാക്സുകളും കാരണം പൊറുതിമുട്ടിയ അവിടുത്തെ ജനങ്ങൾ ഇസ്ലാമാബാദിലേക്ക് ₹1 പോലും ബില്ലോ ടാക്സോ അടക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, പാക് ഭരണകൂടത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചനം നേടി തങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണ് എന്നവർ വിളിച്ചു പറയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാക് അധിനിവേശ കശ്മീരിലെ മുസാഫറാബാദ്, മീർപൂർ, റവാലാഖോട്ട് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം അവിടുത്തെ സാധാരണക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഭീമാകാരമായ വൈദ്യുതി ബില്ലുകളും അന്യായമായ ടാക്സ് വർധനവുമാണ്. തങ്ങൾ ജീവിക്കുന്ന മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മറ്റു പ്രദേശങ്ങൾക്ക് കൊടുത്തിട്ട് പകരം സ്വന്തം നാട്ടുകാർക്ക് തന്നെ ലക്ഷങ്ങളുടെ ബില്ല് അയക്കുന്ന പാകിസ്ഥാൻ സർക്കാരിന്റെ കൊള്ളരുതായ്മയാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. അവാമി ആക്ഷൻ കമ്മിറ്റി പോലെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിൽ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ 77 വർഷമായിട്ട് POKയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ജനങ്ങൾ തുറന്നടിക്കുന്നു. തങ്ങളുടെ പ്രദേശത്തു നിന്നുള്ള ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ലക്ഷക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പാകിസ്ഥാൻ മറ്റ് പ്രവിശ്യകൾക്ക് നൽകുന്നു. എന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് വെറും ഇരുട്ടും കനത്ത ബില്ലുകളും മാത്രമാണ്. രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ആഡംബര ജീവിതം നയിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണിയിലാണ് എന്ന് പ്രക്ഷോഭകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്ലാമാബാദിലേക്ക് ഒരു തുക പോലും നികുതിയായിട്ട് നൽകില്ല എന്നും ബില്ലുകൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്നും ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ പ്രതിഷേധങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വശം പാകിസ്ഥാനുമായുള്ള സാംസ്കാരികവും രാഷ്ട്രീയവുമായ ബന്ധം പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്നതാണ്. പാകിസ്ഥാന്റെ ഭാഗമായി ജീവിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും തങ്ങളുടെ സംസ്കാരവും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. പാകിസ്ഥാന്റെ അടിച്ചമർത്തലുകൾക്കെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ തന്നെ ഈ മേഖലയിലെ ജനങ്ങൾ തങ്ങളുടെ യഥാർത്ഥ വേരുകളെക്കുറിച്ചും ഇന്ത്യൻ ഭാഗത്തെ വികസനങ്ങളെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് പാകിസ്ഥാന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ്. പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ സമയത്ത് POKയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ ജനകീയ വിപ്ലവം അവിടുത്തെ ഭരണകൂടത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. സൈന്യത്തെയും പോലീസിനെയും ഉപയോഗിച്ച് സമരം അടിച്ചമർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധം ഒതുങ്ങുന്ന ലക്ഷണമില്ല. അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ പാകിസ്ഥാൻ വീണ്ടും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന നിമിഷമാണിത്. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങളുടെ ക്ഷമ പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ചൂഷണത്തിനെതിരെയുള്ള ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കാരണമായേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.